ശരണം വിളികൾ ഉണരുന്ന ശബരീശന്റെ സന്നിധാനത്ത് പാകിസ്ഥാന്റെ കൊടി. ശബരിമലയിലെ നടപ്പന്തലിലാണ് പച്ചക്കൊടി തൂണിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ചന്ദ്രക്കലയും നക്ഷത്രവും വ്യക്തമായി കാണാവുന്ന പാകിസ്ഥാന്റെ കൊടി നടപ്പന്തലിന്റെ ഇരുമ്പു തൂണിൽ വന്നതെങ്ങനെ എന്നതിനെ കുറിച്ച് ദേവസ്വത്തിനോ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ അറിവില്ല. ഈ വാർത്ത പ്രമുഖ മാധ്യമങ്ങളൊന്നും ചിത്രീകരിച്ച് കണ്ടതുമില്ല. ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ അമ്പേ പാളിയതാണെന്ന് സ്വർണ്ണപ്പാളി കേസിൽ കേരളം മനസ്സിലാക്കിയതാണ്. ഇവിടെ ചോദ്യചിഹ്നമാവുന്നത് സുരക്ഷ മാത്രമല്ല, ഹിന്ദുക്കൾ പരിപാവനമായി കരുതുന്ന അയ്യന്റെ സന്നിധിയിൽ വർഗീയത കലർത്തി കലാപമുണ്ടാക്കാൻ പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ചത് ആര് എന്ന ചോദ്യം കൂടിയാണ്. അർദ്ധരാത്രി സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരു പറഞ്ഞ് ഫെമിനിസ്റ്റുകളെ കേറ്റാൻ സർക്കാർ കാണിച്ച ധൈര്യത്തിന്റെ മറ്റൊരു പതിപ്പാണോ നടപ്പന്തലിൽ കാണപ്പെട്ട കൊടി എന്നത് കേരളം മുഴുവൻ ചിന്തിക്കേണ്ട ഒന്നാണ്. ഹിന്ദുവിനെയും ഹിന്ദുവിന്റെ ദേവതാ സങ്കല്പത്തെയും തിരഞ്ഞുപിടിച്ച് അവഹേളിക്കുന്ന സർക്കാരിന് പക്ഷേ ഭണ്ഡാരം എണ്ണുമ്പോഴും സ്വർണ്ണപ്പാളികൾ കടത്തുമ്പോഴും ഈ ഐത്തമൊന്നും ബാധിച്ചില്ല. ഭരണവർഗം നൽകുന്ന ഉറപ്പും സൗകര്യങ്ങളും തന്നെയാണ് ഇന്ന് ശബരീശന്റെ സന്നിധിയിൽ പച്ചക്കൊടി ഉയർത്താൻ വർഗീയ ശക്തികൾക്ക് ധൈര്യം നൽകിയത്. മതമൈത്രി തകർത്ത് സാധാരണക്കാരായ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പോരടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ കേരളം ഇന്ന് തിരിച്ചറിയുന്നു. വർഗീയ ശക്തികളെയും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന ഭരണവർഗത്തെയും കേരളം ആട്ടിയോടിക്കുന്ന കാലം വിദൂരമല്ല.